അരനൂറ്റാണ്ടായി ഇന്ത്യയുടെ ഇന്റലിജൻസ് രംഗത്ത് നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് അജിത് ഡോവലിന്റേത്. കേരളത്തിൽ കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥനായി തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ഡോവൽ ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ദീർഘമായ തന്റെ ഔദ്യോഗിക യാത്രയിൽ ഒട്ടേറെ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഓരോന്ന് കഴിയുമ്പോഴും ഡോവലിനെ കുറിച്ചുള്ള കഥകൾ ജനപ്രിയങ്ങളായി. രാജ്യം 1989 ഡോവലിനെ കീർത്തിചക്ര നൽകി ആദരിച്ചു. പല ജന്മങ്ങളിൽ, പല വേഷങ്ങളിൽ, ഭാവങ്ങളിൽ അദ്ദേഹം തുടരുകയാണ്. എല്ലാ കാലത്തും അജിത് ഡോവലിനെ കുറിച്ചുള്ള വാർത്തകളിൽ യാഥാർത്ഥ്യവും അതിശയോക്തിയും പല അളവുകളിൽ കലർന്നിരുന്നു. ദേശാന്തരങ്ങളിലെ നാടോടി കഥകളിലെ വീരനായകരെ പോലെ ഡോവലിനെ കുറിച്ചുള്ള കഥകളും കാറ്റിലും കടലിലും നിറഞ്ഞ് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പരതും. അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ ശ്രമിച്ചവർക്കാർക്കും കൃത്യവും തൃപ്തവുമായ ഉത്തരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ പല ജന്മങ്ങളിൽ, പല ഭാവങ്ങളിൽ, പലയിടത്തും ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധിയാണ് ഭാരതത്തിന്റെ ജീവൻ. തന്റെ പൂർവികരിൽ നിന്ന്, മറ്റു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തരായി ഡോവൽ എപ്പോഴും ഒരു ഓപ്പറേഷൻസ് മാൻ ആയിരുന്നു. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഡീപ് സ്റ്റേറ്റ് ആയ പാകിസ്ഥാനിലാണ് ഡോവലിന്റെ സാഹസിക ജീവിതം ഏറ്റവും അധികം ജീവിച്ചത്. 6 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ കഹൂദ ആണവ നിലയം നിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടിവെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ അവിടെ നിന്ന് വെട്ടിയിട്ട് തലമുടികൾ ശേഖരിച്ചു എന്ന് കേൾക്കാൻ ഇമ്പമുള്ളതും വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു കഥയുണ്ട്. ഈ മുടിയിൽ നിന്ന് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ തരം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് വാദം. ഇപ്പോഴിത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കവേ തന്റെ വ്യക്തിത്വം കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഭവം അജിത് ഡോവൽ തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതൊരു മാധ്യമത്തിലൂടെ വന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ലാഹോറിൽ ബാരി അലി എന്ന പേരായ വലിയൊരു പള്ളിയുണ്ട്. ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലം. സ്വാഭാവികമായും അജിത് ഡോവലും പലതവണ ആ പള്ളിയിൽ പോകുമായിരുന്നു. പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു പ്രവർത്തനം. അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ അജിത് ഡോവലിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. വെളുത്ത് താടി നീട്ടി വളർത്തിയ രൂപമായിരുന്നു അയാൾക്ക്. അടുത്തെത്തിയപ്പോൾ നിങ്ങൾ ഹിന്ദുവാണോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചോദ്യം. അല്ല എന്ന് മറുപടി നൽകി. എങ്കിൽ എനിക്കൊപ്പം വരൂ എന്ന് പറഞ്ഞ് അയാൾ തന്നെ പള്ളിയിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ റൂമിനുള്ളിൽ കയറി ഉടനെ വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു തന്നെയാണ്. തെളിവായി കണ്ടെത്തിയത് തന്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ കുത്തിയ പാടായിരുന്നു.